ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണേ. കാര്യം എപ്പോഴും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, കിഴങ്ങ്, കോവയ്ക്ക, പിന്നെ എന്തുകൊണ്ടും നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമല്ലോ, അച്ചിങ്ങ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഇത് എന്തോ ഇതിൻ്റെ പേര്. അതിനുവേണ്ടി 1/2 കിലോ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അതുകൊണ്ട് ഇതുപോലെ നീളത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള അതും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. പിന്നെ 2 പച്ചമുളക് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. ഇനി ഞാൻ അടുപ്പ് കത്തിക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കേ. ക്യാപ്സിക്കം ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതിന് ഭയങ്കര നല്ലൊരു പച്ചക്കറിയാണ് ക്യാപ്സിക്കം. ഇതിനകത്ത് ഉണ്ടേ, പാത്രം ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി, ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, കടുകൊന്ന് പൊട്ടിക്കോട്ടെ. ഈ പൊട്ടിയ കടുകിലോട്ട് 2 മുളക്, 2 പിരിയ മുളക്, ഏത് മുളകായാലും കുഴപ്പമില്ലേ, ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇതിനകത്തോട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇതിലോട്ട് ഈ പച്ചമുളകില്ലേ, പച്ചമുളകും ഈ സവോളയും ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി സവാള വഴന്നേ, ഇത്രയും വഴന്നാൽ മതി. ഇനി ഇതിലോട്ട് ഈ ക്യാപ്സിക്കം അരിഞ്ഞില്ലേ, അതിട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതിനകത്തോട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, നല്ലോണം മിക്സ് ചെയ്യാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് കവർ ചെയ്തോട്ടെ. ഒത്തിരി നേരം ഇരിക്കല്, ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി. നമ്മുടെ ക്യാപ്സിക്കം നോക്കാം.
ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കരുതേ, അല്ലെങ്കിൽ ക്യാപ്സിക്കമൊക്കെ ഒന്ന് കുഴഞ്ഞ് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ, 1 മിനിറ്റ് കഴിക്കും. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് മസാല ചേർക്കാം. ഇതിനകത്തൊരു സീക്രട്ട് മസാലയാണ് ചേർക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ നമ്മൾ മെഴുക്കൊക്കെ പുരട്ടത്തില്ലേ, അതിനൊക്കെ ഇടുന്നൊരു മസാലയില്ലേ, അല്ലെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇത് കണ്ട, ഇത് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില. ഞാൻ കുറച്ച് ചെയ്തുള്ളൂ, ഇപ്പം ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു പിടി കറിവേപ്പില, ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു 10-20 തണ്ട് കറിവേപ്പില. അത് കറിവേപ്പില, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ അത് 2ആയിട്ടും 3ആയിട്ടും ഒക്കെ കളർന്നിട്ടിട്ട് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന മസാലയാണിത്. ഇനി അല്ലെ സാമ്പാർ പൊടിയിലാകുമ്പോൾ ഉലുവാപ്പൊടി കുഴപ്പമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഉലുവാപ്പൊടിയും പിന്നെ കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം വരത്തില്ലേ, പിന്നെ കുഴപ്പമില്ല, കുറച്ചിടുക. ഇതില്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ സാമ്പാർ പൊടിയായാലും മതിയേ. ഇതിനകത്തുനിന്ന് ഒരു 2.5 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്തേ. പൊടിക്ക് നല്ല മണവാ, എല്ലാം ഒരു മണവാ. കാര്യം ഇതിനകത്ത് പച്ചമുളക് ഉണ്ട്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ കവർ ചെയ്യണ്ട, ഒന്ന് തീരെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ 2-3 മിനിറ്റ് കിടക്കട്ടെ. 1-2 മിനിറ്റ് മതി, അടി കരിഞ്ഞു പോകരുത്. ഇങ്ങനെ കിടക്കട്ടെ. ക്യാപ്സിക്കം മെഴുക്ക് വെട്ടി റെഡി. നല്ലൊരു മണമായത്, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇങ്ങോട്ടെടുത്ത് വെക്കേ. നമ്മളെ മെഴുക്ക് വരട്ടി ഈ പാത്രത്തിലോട്ട് പകർന്ന് വെക്കാം. ഇല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാപ്സിക്കം മെഴുക്ക് വരട്ടി. അപ്പോൾ ഇത് പിന്നെ സാമ്പാർ പൊടി, ഇതിനകത്ത് ഉലുവാപ്പൊടിയും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ചേരുവാണെങ്കിൽ സാമ്പാർ പൊടിയായി. ഇതൊന്നും ഇല്ലാത്തൊരു പൊടിയാണ്. നല്ല വെളുത്തുള്ളിയും ഈ ഈ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. നല്ല രസം ഇത് ഇട്ടുണ്ടാക്കാനായിട്ട്, അടിപൊളിയാണ്. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ പൊടികളൊക്കെ മറ്റേ മുളക് പൊടിയും മഞ്ഞപ്പൊടി അല്ലെങ്കിലും നമ്മൾ കഷ്ണത്തിനോട് ചേർക്കുന്നത്, സാമ്പാർ പൊടി ചേർക്കാറില്ലല്ലോ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, കായവും നമ്മൾ കഷ്ണമാണ് സാമ്പാർ ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയും, അപ്പോൾ അത് ഇതിനകത്തില്ല. പിന്നെ മുളക് പൊടി, ഇത് രണ്ടും. സാമ്പാർ പൊടി ഇടാം, ചെറിയൊരു കയ്പ്പ് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലേ, ഒരു 10-20 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, അത് വലുതാണെങ്കിൽ 3-4 അരിഞ്ഞിട്ട് ഒന്ന് വാടിക്കിട്ടുന്നതിൻ്റെ എളുപ്പത്തിന്. ജീരകം, ആദ്യം ജീരകവും കറിവേപ്പില ഇല്ലേ, അതും വെളുത്തുള്ളിയും കൂട്ട് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നുപരിപ്പും അങ്ങ് ഒന്ന് പാതി മൂപ്പ് വരും ജീരകത്തിൻ്റെ. എന്നിട്ട് ഉഴുന്നുപരിപ്പ്, മല്ലി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്ന പൊടിയാണ് ഇത്. നമുക്ക് സാമ്പാറിന് ഉപയോഗിക്കാം.
എന്നിട്ട് കായപ്പൊടിയും ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടി. അപ്പോൾ ഇതാണ് പൊടി. നല്ല ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്.